നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ വിജയും സംഗീതയും തമ്മിലുള്ള വിവാഹമോചന വാർത്തകളാണ് നിറയുന്നത്. 1999-ലാണ് വിജയും സംഗീതയും തമ്മിൽ വിവാഹിതരാകുന്നത്. ഇരുവർക്കും ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നിങ്ങനെ 2 മക്കളാണുള്ളത്. വിജയും നടി തൃഷയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള ഗോസിപ്പുകൾക്കിടെയാണ് വിജയുടെ ഭാര്യയുടെ ഈ കടുത്ത നീക്കം വരുന്നത്. നടി കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങിന് വിജയും തൃഷയും ഒരു പ്രൈവറ്റ് ജെറ്റിൽ ഒരുമിച്ച് എത്തിയതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തുടങ്ങുന്നതും അവിടെ നിന്നാണ് എല്ലാത്തിനുമുള്ള ഒരു തുടക്കം. അല്ലെങ്കിൽ ആരാധകർ, പ്രേക്ഷകർ നോട്ടീസ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. പിന്നീട് ഇരുവരും ഒന്നിച്ചുള്ള നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നു. തുടർന്ന് ഇരുവരും ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണെന്ന തരത്തിൽ വാർത്തകൾ നിരവധി വന്നു. ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിയിൽ ചൊവ്വാഴ്ചയാണ് സംഗീത ഹർജി ഫയൽ ചെയ്തിരുന്നത്. വിജയോട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 20-നാണ് ഹാജരാകേണ്ടത്. നടനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഹർജിയിൽ സംഗീത ഉന്നയിച്ചിരിക്കുന്നത്. 2021-ലാണ് നടനും നടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താൻ മനസ്സിലാക്കുന്നതെന്നും തുടർന്നാണ് വിവാഹമോചനവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്നും അവർ പറയുന്നു. വിജയ് ബന്ധം അവസാനിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടും യാതൊരു പശ്ചാത്താപവുമില്ലാതെ ബന്ധം തുടർന്നുവെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. കടുത്ത മാനസിക സംഘർഷവും അവഗണനയും അനുഭവിച്ചതായും ഹർജിയിൽ പറയുന്നു. വിവാഹബന്ധം അവസാനിപ്പിക്കാൻ വിജയ് സമ്മതിക്കുന്നില്ലെന്നും സംഗീത ആരോപിച്ചിട്ടുണ്ട്. പരസ്പരം സംസാരമില്ലെങ്കിൽ ഒരു ബന്ധവും നിലനിൽക്കില്ല. പരസ്പരം ബഹുമാനമില്ലെങ്കിൽ അവിടെ സ്നേഹവുമില്ല. പരസ്പര വിശ്വാസമില്ലെങ്കിൽ ആ ബന്ധം തുടരുന്നതിൽ ഒരു അർത്ഥവുമില്ല. ജീവിതത്തിൽ നിന്നും കൊടുത്തുകൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ മാറിക്കൊടുക്കണം. നമ്മുടെ സാന്നിധ്യം ഒരാൾക്ക് വേദനയാണ് നൽകുന്നതെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കണം. അത്തരമൊരു അവസ്ഥയിലൂടെയാണ് സംഗീത സ്വർണ്ണലിംഗം കടന്നു പോകുന്നത്. വിജയുടെയും ഭാര്യ സംഗീതയുടെയും ബന്ധത്തിൽ വിള്ളൽ വീഴാനുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സിനിമയിൽ നിന്നതുപോലെ ജീവിതത്തിലും വിജയ് തകർത്ത് അഭിനയിക്കുകയായിരുന്നുവോ ഇതുവരെയെന്ന് തോന്നിപ്പോകുന്നുവെന്ന് അഷ്റഫ് പറയുന്നു. ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെ: തമിഴ്നാട്ടിലെ സൂപ്പർ താരവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനുമായ വിജയുടെ ഭാര്യ സംഗീത സ്വർണ്ണലിംഗം വിവാഹബന്ധം വേർപെടുത്തുന്നതിനായി ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിയിൽ ഹർജി സമർപ്പിച്ചു കഴിഞ്ഞു. 400 കോടി ആസ്തിയുള്ള വ്യവസായിയും ശ്രീലങ്കൻ തമിഴനുമായ വ്യക്തിയുടെ മകളാണ് സംഗീത. സ്വന്തം പാർട്ടിയായ TVKയുടെ രൂപീകരണ ആഘോഷവേളയിലോ പിന്നീട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടന്ന സമ്മേളനത്തിലോ തന്റെ ഭാര്യയെയും മക്കളെയും നടൻ ഒരിക്കലും പങ്കെടുപ്പിച്ചിട്ടില്ല. ഭാര്യയുടെ അസാന്നിധ്യം കുറെ നാളുകളായി ചർച്ചാ വിഷയമായിരുന്നു. സംഗീത നൽകിയ വിവാഹമോചന ഹർജിയുടെ പതിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. 2021 മുതൽ താനും വിജയും ശാരീരികമായും മാനസികമായും അകന്നു കഴിയുകയാണെന്ന് സംഗീത അതിൽ പറയുന്നു. അതിന് കാരണം നടിയുമായി വിജയ്ക്കുള്ള ബന്ധമാണെന്നും പറയുന്നുണ്ട്. നടിയുമൊത്തുള്ള വിജയുടെ വിദേശയാത്രയെക്കുറിച്ചും ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട്. നടി ആരാണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് പോലും തൃഷയ്ക്കൊപ്പമാണ് വിജയ് എത്തിയത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു BJP നേതാവ് നടനെക്കുറിച്ച് പറഞ്ഞത് ആദ്യം തൃഷയുടെ പിടിയിൽ നിന്നും പുറത്ത് വാ, എന്നിട്ടാകാം ജനസേവനം എന്നാണ്. ഈ വാർത്തയും വന്ന് തമിഴ്നാട്ടിൽ വിവാദമായി. തൃഷയ്ക്കെതിരെ കടുത്ത സൈബർ ആക്രമണവും അരങ്ങേറുന്നുണ്ട്. കുടുംബം തകർത്തവൾ എന്ന ആക്ഷേപം തൃഷയ്ക്ക് നേരെ ഉയർത്തി സേവ് ആൻഡ് സപ്പോർട്ട് സംഗീത എന്ന ഹാഷ്ടാഗും പ്രചരിക്കുന്നുണ്ട്. അമ്മമാരും കുട്ടികളും അടക്കം വലിയൊരു ആരാധക വൃന്ദമുള്ള നടനാണ് വിജയ്. അതിനെല്ലാം മങ്ങലേൽപ്പിക്കുന്ന തരത്തിലേക്ക് സംഗീതയുടെ വിവാഹമോചന ഹർജി മാറി. വിജയുടെ രാഷ്ട്രീയ ഭാവിയും പരുങ്ങലിലാണ്. വിവാഹമോചന ഹർജിയിൽ 16ഓളം കാര്യങ്ങളാണ് വിജയ്ക്കെതിരെ സംഗീത നിരത്തിയിരിക്കുന്നത്. നടിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് തന്നിലേക്ക് ഭർത്താവ് മടങ്ങി വരുമെന്ന് കരുതി സംഗീത കാത്തിരുന്നത് 5 വർഷക്കാലമാണ്. എന്നാൽ അതൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, സംഗീതയുടെ മേൽ കർശന നിയന്ത്രണങ്ങളും നടൻ ഏർപ്പെടുത്തി. വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല, ആരുമായും സമ്പർക്കം പാടില്ല, സ്വാതന്ത്ര്യത്തോടെ പണം ചെലവഴിക്കാൻ പാടില്ല എന്നിവയായിരുന്നു നടൻ സംഗീതയുടെ മേൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ. നടിയുമായുള്ള ബന്ധം കുട്ടികളുടെ മാനസികാരോഗ്യത്തെ വല്ലാതെ ബാധിച്ചുവെന്നും ഇക്കാരണത്താൽ അവർ പൊതുസമൂഹത്തിൽ നിന്നും അപമാനം നേരിടുകയാണെന്നും സംഗീത ഹർജിയിൽ പറയുന്നു. മക്കളോട് വിജയ് സംസാരിച്ചിട്ട് പോലും വർഷങ്ങളായി. പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സത്യമാണെങ്കിൽ വിജയ് എന്ന വലിയൊരു പ്രതിബിംബത്തിന്റെ പ്രതിച്ഛായയാണ് തകർന്നടിയുന്നത്. ഒരുപാട് മനുഷ്യത്വവും നന്മയുമുള്ള ആളാണ് വിജയ് എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. സിനിമയിൽ എന്നതുപോലെ ജീവിതത്തിലും അദ്ദേഹം തകർത്ത് അഭിനയിക്കുകയായിരുന്നുവോ എന്ന് തോന്നിപ്പോകുന്നു. സംഗീതയ്ക്ക് പണത്തിന്റെ ആവശ്യമില്ല. വിജയോട് മ്യൂച്വൽ ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അഷ്റഫ് പറയുന്നു. അതേസമയം തൊട്ടതെല്ലാം പ്രശ്നമാകുന്ന സമയത്തിലൂടെയാണ് നടൻ വിജയ് ഇന്ന് കടന്നു പോകുന്നത്. ഭാര്യ സംഗീത വിവാഹമോചനത്തിനൊരുങ്ങുന്നതാണ് ഒടുവിലത്തെ പ്രശ്നം. 2021 മുതൽ ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. വിജയുടെ ജീവിതത്തിലെ നിർണായക സമയത്താണ് സംഗീത വിവാഹമോചനത്തിന് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. വിജയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഒരുപക്ഷേ ഇത് കനത്ത പ്രഹരമായേക്കും. കുടുംബം നോക്കാൻ പറ്റാത്തയാൾ എങ്ങനെ സമൂഹത്തെ സംരക്ഷിക്കുമെന്നെല്ലാമുള്ള വൈകാരിക ചോദ്യങ്ങൾ എതിരാളികൾ പടച്ചുവിടുന്നുണ്ട്. പൊതുവെ എന്ത് പ്രശ്നം വന്നാലും വിജയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആരാധകർക്ക് പോലും ഇപ്പോൾ ശബ്ദമുയർത്താൻ പറ്റുന്നില്ല. കാരണം
ഇവിടെ തള്ളി പറയേണ്ടതും കുറ്റപ്പെടുത്തേണ്ടിയും വരിക വിജയുടെ കുടുംബത്തെയാണ്. ധർമ്മസങ്കടത്തിലായ സാഹചര്യമാണ് വിജയുടെ PR ടീമുകൾക്ക്. വിജയ്ക്കെതിരെ ആര് സംസാരിച്ചാലും അവരെ ഒന്നിച്ച് സൈബർ ആക്രമണം ചെയ്യുന്നവരാണ് താരത്തിന്റെ ആരാധകരിൽ പലരും. ഈ ആക്രമണം നേരിടേണ്ടി വന്നയാളാണ് നടി ജ്യോതിക. ഒരു വിജയ് ആരാധകന് ജ്യോതിക നൽകിയ മറുപടിയാണിതിന് കാരണം. ഭർത്താവ് സൂര്യയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചതായിരുന്നു ജ്യോതിക. നിങ്ങളുടെ ഭർത്താവിനേക്കാൾ നല്ലത് വിജയാണെന്ന് കമന്റ് വന്നു. ഇതിന് ചിരിക്കുന്ന ഇമോജിയായിരുന്നു ജ്യോതികയുടെ മറുപടി. അന്ന് വിജയ് ആരാധകർ ജ്യോതികയ്ക്കും സൂര്യയ്ക്കുമെതിരെ തിരിഞ്ഞു. പരിഹാസച്ചിരിയാണ് ഇതെന്നായിരുന്നു വാദം. എന്നാൽ വിജയ് സംഗീത വിവാഹമോചന വാർത്തകൾ വന്നതോടെ പലരും ഈ കമന്റിന് പല അർത്ഥങ്ങളും കാണുന്നു. ഇപ്പോഴാണ് ജ്യോതികയുടെ പരിഹാസത്തിന് കാരണം വ്യക്തമായതെന്നാണ് പലരുടെയും കമന്റ്. അതേസമയം ജ്യോതിക വിജയെയാണോ കമന്റിട്ട വ്യക്തിയെയാണോ പരിഹസിച്ചതെന്നും വ്യക്തമല്ല. വിജയോട് അനിഷ്ടമുള്ളയാളാണ് ജ്യോതികയെന്ന് പൊതുവെ സംസാരമുണ്ട്. വിജയുടെ പേര് പല വേദികളിലും അഭിമുഖങ്ങളിലും ജ്യോതിക ഒഴിവാക്കി. ഐഫ അവാർഡ് ഷോയിൽ അജിത്ത് ഫാൻസിനെ മാത്രം ജ്യോതിക പ്രശംസിച്ചു. കംഫർട്ടബിളായ നായക നടന്മാരെ കുറിച്ച് ചോദിച്ചപ്പോൾ മാധവന്റെയും അജിത്തിന്റെയും എല്ലാം പേര് പറഞ്ഞു വിജയെ ഒഴിവാക്കി. ഇതെല്ലാം വിജയ് ആരാധകർക്ക് അനിഷ്ടം തോന്നാൻ കാരണമായി. ഒരു കാലത്ത് ആഘോഷിക്കപ്പെട്ട താരജോഡിയാണ് വിജയും ജ്യോതികയും. ഖുഷി എന്ന സിനിമയിലെ ഇരുവരുടെയും കെമിസ്ട്രി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അന്ന് തിരക്കേറിയ നടിയാണ് ജ്യോതിക. 2006 വിവാഹിതയായതോടെ കരിയറിൽ വലിയ ഇടവേള വന്നു. 2015 36 വൈതനിലെ എന്ന ചിത്രത്തിലൂടെ ജ്യോതിക സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തി. പിന്നീട് സൂപ്പർ താര സിനിമകളിൽ പ്രാധാന്യമില്ലാത്ത റോളുകൾ വന്നപ്പോൾ ജ്യോതിക നിരസിക്കുകയാണ് ഉണ്ടായത്.